കേരള സ്റ്റോറി 2 റിലീസ് ഹൈക്കോടതി തടഞ്ഞു. നാളെ റിലീസ് ചെയ്യാനിരിക്കെയാണ് കോടതിയുടെ ഇടപെടൽ. 15 ദിവസത്തേക്കാണ് സ്റ്റേ. സിനിമ സാമുദായിക വിഭജനത്തിന് കാരണമാകുമെന്ന് കോടതി വിലയിരുത്തി. സന്തോഷം. 15 ദിവസത്തേക്ക് സ്റ്റേ ആണ്. നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമ്മൾ മുമ്പോട്ട് വെച്ചത് കേരള സ്റ്റോറി എന്നുള്ള പേരിടുന്നത് വഴി കേരള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള കമ്മ്യൂണിറ്റിയെ ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ സിനിമ വഴി പല രീതിയിൽ പ്രൊപ്പഗാൻഡ പുള്ളിയുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി കൊടുത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ടെക്നിക്കാലിറ്റി എനിക്ക് പറയാൻ പറ്റില്ല. ഗോപിക അരവിന്ദും സൈഫ് സൈനുൽ ആബ്ദീനും വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം. ഗോപിക, ഇന്നിപ്പോൾ കേരള സ്റ്റോറി 2 എന്ന സിനിമ കേരളത്തിൽ റിലീസിംഗ് തടഞ്ഞുകൊണ്ടുള്ള ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചു ഹൈക്കോടതി. വിധിയുടെ വിശദാംശങ്ങളൊപ്പം കോടതിയിൽ എന്തൊക്കെയാണ് നടന്നത്? എന്തായാലും ദേശീയ പ്രാധാന്യമുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിനെ കാണാൻ സാധിക്കുക. കാരണം ഈ കേരള സ്റ്റോറിന്റെ 2 പ്രദർശനാനുമതി റദ്ദാക്കണമെന്നും അതുപോലെ തന്നെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജികൾ ഉണ്ടായിരുന്നത്. ഇതിൽ കഴിഞ്ഞ 3 ദിവസമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഹൈക്കോടതിയിൽ പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദങ്ങൾ ഉണ്ടായിരുന്നു. നിർമ്മാതാവിന്റെ ഭാഗത്തുനിന്നും സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ളവ സമർപ്പിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് നാളെ ആണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്തായാലും അടുത്ത 15 ദിവസത്തേക്കാണ് ഇതിന്റെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ നിരീക്ഷണം എന്തെന്നാൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നത് വഴി സാമുദായിക വിഭജനത്തിന് കാരണമാകുമെന്നും അതുപോലെ തന്നെ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന് ഭീഷണി ഉണ്ടാക്കുമെന്നുള്ള സുപ്രധാന നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഈ ഹർജിക്കാർ മുന്നോട്ട് വെച്ച വീക്ഷണങ്ങൾ ശരി തന്നെയാണെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇന്നലെ നിർമ്മാതാവ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, ഇത് രാജ്യമൊട്ടാകെയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കേരളത്തിലെ അല്ലെങ്കിൽ കേരളീയരുടെ അന്തസ്സിനെ കോട്ടം തട്ടുന്ന രീതിയിലല്ല ഈ സിനിമ ഉണ്ടായിരുന്നതെന്നും ഇത് കൂടാതെ തന്നെ ഈ ടീസറിലും ട്രെയിലറിലും ഉൾപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ സിനിമയിലില്ല എന്നുള്ളൊരു വിചിത്രവാദം കൂടി ഈ നിർമ്മാതാവ് ഉന്നയിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ സെൻസർ ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നത് ഈ ടീസറും ട്രെയിലറും പ്രദർശിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ വിതരണത്തിൽ സെൻസർ ബോർഡിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ സിനിമ വേണമെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പോലും റിലീസ് ചെയ്താൽ ഇത് സെൻസർ ബോർഡിനൊന്നും തന്നെ ചെയ്യാനില്ല എന്നതുമായിരുന്നു സെൻസർ ബോർഡ് നൽകിയ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ തന്നെ നിർമ്മാതാവ് പ്രധാനമായും വാദിച്ചിരുന്നത് കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോടതി സിനിമ കണ്ട് വിലയിരുത്തും, എന്നിട്ട് മാത്രമേ ഇതിന് പ്രദർശനാനുമതി നൽകുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കോടതിക്ക് ഇതിനുള്ള അധികാരമില്ലെന്നും ഇതിന്റെ പരമാധികാരം സെൻസർ ബോർഡിനാണെന്നുമായിരുന്നു നിർമ്മാതാവ് വാദിച്ചിരുന്നു. ഇതിന്റെ നിയമ നടപടികളെല്ലാം ഇതിന്റെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട നിയമ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷമാണ് സിനിമ റിലീസിന് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വിധി നിർണ്ണയിക്കാൻ ഹൈക്കോടതിക്ക് ആവില്ല എന്നുമായിരുന്നു നിർമ്മാതാവ് പറഞ്ഞിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ്, റിലീസ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാരണം നമുക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രദർശനത്തിന്റെ അനുമതിയെല്ലാം തന്നെ സെൻസർ ബോർഡാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഹൈക്കോടതി ഇന്ന് സുപ്രധാനമായും പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കണമെന്നും വീണ്ടും ഈ സിനിമ 15 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും സെൻസർ ബോർഡ് ഈ സിനിമ കണ്ട് ഇത് വിശദമായി പരിശോധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനു മുന്നേ തന്നെ കേരളത്തിൽ നിന്നും മലയാള സിനിമയിൽ തന്നെ ഉൾപ്പെടെ നിരവധി കട്ടുകൾ പറഞ്ഞ സെൻസർ ബോർഡ് ഇത്തരത്തിലൊരു വിദ്വേഷ മെസ്സേജ് നൽകുന്ന, അതും ഒരു സംസ്ഥാനത്തിന്റെ കേരളത്തിലെ കേരളം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള തലക്കെട്ടും അതുപോലെ തന്നെ തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സിനിമയിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അനുമതി സെൻസർ ബോർഡ് നൽകിയതെന്നും ഹൈക്കോടതി ചോദിച്ചു. സൈഫ് സൈനുൽ ആബ്ദീൻ കൂടി തിരുവനന്തപുരത്ത്. സൈഫ്, കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്ന, ഇകഴ്ത്തി കാണിക്കുന്ന, തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു സിനിമയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഹൈക്കോടതിയും കൂടി നിൽക്കുന്നു. ഒപ്പം കണിശമായ നിലപാട് സ്വീകരിക്കുകയും എന്തുകൊണ്ട് ഇതിന് അനുമതി നൽകി എന്ന് ചോദിച്ചുകൊണ്ട് ഒന്നുകൂടെ സിനിമ പോയി കാണൂ എന്നൊരു കൊട്ടും കൂടി ഹൈക്കോടതി ഇന്ന് നൽകുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം പ്രസക്തമായ മാനങ്ങളുള്ള പ്രാധാന്യമുള്ള ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്?
രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിധിയായി നമുക്കതിനെ വ്യാഖ്യാനിക്കുകയും കാണുകയും ചെയ്യാം സൈഫുദ്ദീൻ. കാരണം ഇത് വിധി ഉണ്ടായ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ സിനിമ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംവിധാനം അത് തെളിയിക്കപ്പെട്ടിട്ടേ ഇല്ല. അത് പലതരത്തിൽ പോലീസ് അന്വേഷിച്ചു, പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് കണ്ടെത്തിയതാണ്. അതിനിടയിലാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. അത് കേരളത്തിൽ നിന്ന് സ്ത്രീകളെ മതം മാറ്റി വേറെ എവിടെയോ തീവ്രവാദത്തിന് കൊണ്ടുപോകുന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് അത് അങ്ങനെ ഒരു സിനിമയായി മാറി. അതിന് ദേശീയ അവാർഡ്, ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നൽകുകയുണ്ടായി. ആ സിനിമയ്ക്കുള്ള അംഗീകാരമായിട്ട് അവർ അത് നൽകുകയായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മറ്റൊരു സിനിമ കേരളത്തിലേക്ക് വരികയാണ്. കേരള സ്റ്റോറി 2 ട്രൂ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ ഇട്ട് ആ സാധനം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. അവിടെയാണ് ഈ ഹർജിക്കാർ അടക്കമുള്ളവർ കേരളത്തിനെതിരാണ് ഈ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഹൈക്കോടതി ഇതിൻ്റെ വാദം കേട്ട ഘട്ടം മുതൽ ഒരു പക്ഷേ അദ്ദേഹം ഈ വാദം കേൾക്കുന്ന ബെച്ചു കുര്യൻ എന്ന് പറയുന്ന ജസ്റ്റിസ് ഈ വാദം കേൾക്കുന്നതിന് മുമ്പ് അതിൻ്റെ ട്രെയിലർ ചിലപ്പോൾ കണ്ടു കാണും. അതുകൊണ്ടായിരിക്കാം വിശദമായ വാദത്തിലേക്ക് പോകാമെന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. ആ ട്രെയിലർ കണ്ട, ആ ടീസർ കണ്ട മലയാളികളായ ഒരു മനുഷ്യന്മാരും ചിരിക്കാതെ ഇരിക്കില്ല. സൈഫുനും അത് കണ്ടപ്പം ചിരി ഉണ്ടായിരിക്കും. കാരണം ഞാനിത് ആദ്യം കാണുമ്പോൾ ഞാൻ വേറെന്തോ ആ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ചിരിച്ച് കുറേ സമയം ഇങ്ങനെ പോയി. എന്നിട്ട് ഞാൻ കൂട്ടുകാരെയും കാണിച്ചു കൊടുത്തു. അത് ഒരു പെൺകുട്ടിയെ കേരളത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ ബീഫ് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഏതെങ്കിലും മനുഷ്യർ വിശ്വസിക്കുമോ? നോർത്ത് ഇന്ത്യയിൽ വിശ്വസിക്കുമായിരിക്കും, കേരളത്തിൽ അതെന്തായാലും ഉണ്ടാകില്ല. അങ്ങനെ ഒരു സംവിധാനം പടച്ച് കേരളത്തിലേക്ക് വിടുമ്പോൾ അതിന് അനുമതി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ജസ്റ്റിസ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് കേരളത്തെക്കുറിച്ചുള്ള സ്റ്റോറിയാണ് എന്നാണ് ട്രൂ സ്റ്റോറീസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് മാറ്റണമെന്ന ആവശ്യം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നു. അത് അംഗീകരിക്കാൻ വേണ്ടി നിർമ്മാതാവ് തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിനിടെ വീണ്ടും ചില ആവശ്യങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നു. ആ സിനിമ കാണണം, ആ സിനിമ കണ്ടതിന് ശേഷം അതിന് അനുമതി നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിർമ്മാതാക്കൾ അതിനുള്ള അവസരം ഒരുക്കണം എന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ അവിടെയും നിർമ്മാതാക്കൾ അതിന് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാക്കളോട് അത് കാണണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഹൈക്കോടതിക്ക് ഒരു പ്രത്യേക തിയേറ്റർ സംവിധാനം ഒരുക്കി അവിടെ കൊണ്ടുപോയി അത് ജസ്റ്റിസിനെ അത് കാണിച്ചതിന് ശേഷമാണ് അതിന് അനുമതി കൊടുത്തത്. നോർത്ത് ഇന്ത്യക്കാർ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തായാലും നിയമം മാറാൻ പോകുന്നില്ല. അത് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന് അംഗീകാരം നൽകാൻ വേണ്ടി നിർമ്മാതാക്കൾ തയ്യാറായില്ല. അത് ഒരു പണ്ഡിതൻ ഇന്ന് ജസ്റ്റിസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വാദം മുഴുവൻ അംഗീകരിക്കാൻ വേണ്ടി ജസ്റ്റിസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേണമെങ്കിൽ ഞാൻ ഈ സിനിമ എന്തായാലും സ്റ്റേ ചെയ്യുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് തീർപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സേഫു, എന്തായാലും വളരെ സുപ്രധാനമായ, വളരെ പ്രസക്തിയുള്ള, ദേശീയാടിസ്ഥാനത്തിൽ തന്നെ വലിയ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു വിധിയും കൂടിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. എന്തായാലും സിനിമാ നിർമ്മാതാക്കൾ അപ്പീലിന് പോകും. സുപ്രീം കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നതും കൂടി വലിയ ആകാംക്ഷ ഉളവാക്കുന്ന സംഗതിയാണ്.